അങ്ങനെ ഒരുപാട് ആൾക്കാർ, അബുക്ക, നിയാസ്ക, അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാരെ പറയണം. ബിജുപാൽ സാറ്, ഒരു മോഹൻലാലിനെയൊക്കെ പോലെ വന്ന് സ്ഫടികത്തിലെ പാട്ട് ട്യൂബ് അടിച്ച് പൊട്ടിക്കുന്നു. പിന്നെ രജനീകാന്ത് ആയി വരുന്നു. 45 വർഷമായിട്ട് അവർ ഈ ഫീൽഡിൽ തന്നെ നിൽക്കുന്നു. പക്ഷെ അവർ ഹാപ്പിയാണ് ഈ കലയിലും. ആ ഒരു സ്റ്റേജിൽ കയറുമ്പോൾ ഏകദേശം 60-65 വയസ്സായ ആൾക്കാരാണ് ഇതിനകത്ത് ഡാൻസ് ചെയ്യുന്നത്. പക്ഷെ അവർ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ അവർ ഭയങ്കര എനർജിയാണ്. അവരുടെ ഒരു ഫോട്ടോഗ്രാഫോ അങ്ങനെ എന്തെങ്കിലും അവരെ കുറിച്ചിട്ടൊന്നുമില്ല എവിടെയും. IDSFKയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് ഇന്ത്യൻ പനോരമയിൽ, ഇപ്പോൾ കഴിഞ്ഞ ഇന്ത്യൻ പനോരമയിൽ. ആന്തോളജി മൂവി എന്നുള്ളൊരു കാര്യം മലയാള ചലച്ചിത്ര പ്രേക്ഷകർക്ക് ഏറെക്കാലമായി സുപരിചിതമാണ്. കാരണം മലയാള സിനിമയുടെ ബാല്യകാലത്ത് തന്നെ ആന്തോളജി മൂവി എന്നുള്ളൊരു സങ്കല്പം ചിത്രമേള എന്നുള്ള സിനിമയിലൂടെ നമുക്ക് പരിചിതമാണ്. 4-5 ചെറു ചിത്രങ്ങൾ കൂട്ടിയിണക്കി ഒരു വലിയ ചിത്രത്തിൻ്റെ കാഴ്ചാനുഭവം പകർന്നു കൊടുക്കുന്ന ഈ ഒരു ശൈലി കേരള കഫേ, 5 സുന്ദരികൾ എന്നിങ്ങനെ ഒരുപാട് ചലച്ചിത്രങ്ങളിലൂടെ ഈ അടുത്ത കാലത്തും നമുക്ക് സുപരിചിതമാണ്. ഇത്തരമൊരു ശ്രേണിയിൽ മനോരമ മാക്സ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു പുതിയ ചലച്ചിത്ര അനുഭവം തന്നെയാണ് ഷെയ്ഡ്സ് ഓഫ് ലൈഫ് എന്ന സിനിമ. ഈ സിനിമയുടെ സഹനിർമ്മാതാവും ഒപ്പം ഛായാഗ്രഹനുമാണ് ശ്രീ ഷിഹാബ് ഓങ്ങല്ലൂർ. സ്വാഗതം ശ്രീ ഷിഹാബ്. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു അറ്റംപ്റ്റാണ് ആന്തോളജി മൂവി എന്നുള്ളത്. കാരണം ഒന്നിലേറെ സിനിമകളുണ്ട്. ആ സിനിമകൾക്കെല്ലാം തന്നെ നമ്മുടെ ജീവിതവുമായിട്ട് കൂട്ടിയിണക്കുന്ന ഒരു പൊതുധാര കൂടി ചിലപ്പോഴുണ്ടായിരിക്കും. ഈ സിനിമയിലാണെങ്കിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള സബ്ജക്റ്റുകളാണ്, വ്യത്യസ്തമായിട്ടുള്ള കഥാപരിസരങ്ങളാണ്. ഷെയ്ഡ്സ് ഓഫ് ലൈഫ് എന്ന സിനിമയിലേക്ക് ഒരു നിർമ്മാതാവ് എന്ന രീതിയിലും ഒരു ഛായാഗ്രാഹകൻ എന്ന രീതിയിലും എങ്ങനെയാണ് എത്തിച്ചേർന്നത്? സുഹൃത്തുക്കളാണ്. അതെ, ഞങ്ങളുടെ ഒരു ബലം സുഹൃത്തുക്കളാണ്. ആദ്യമായിട്ട് ചെയ്യുന്ന പ്രൊജക്റ്റിൽ, നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരു പ്രൊജക്റ്റിൽ അവരെല്ലാം വേണമെന്നുള്ള വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. നടരാജൻ പട്ടാമ്പി ആണെങ്കിലും, റഷീദ് മാട്ടായ, അതുപോലെ ജംഷീർ, ഞങ്ങളുടെ വേറെ സുഹൃത്തുമുണ്ട് റഷീദ് പറമ്പിൽ. അവൻ ഇതിനകത്ത് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അവൻ സിനിമയുടെ തിരക്കിലായിരുന്നു, ഭഗവാൻ ദാസിൻ്റെ രാമരാജ്യം. അപ്പോൾ അവരെല്ലാം വെച്ച് ഒരു പ്രൊജക്റ്റ് ചെയ്യുക. പിന്നെ ചെയ്യുന്ന വർക്കുകളിൽ നമ്മൾ ഏകദേശം ഒരു 10 വർഷത്തെ മാക്സിമം നമ്മൾ അടുത്ത് നിൽക്കുന്ന ആൾക്കാരെയൊക്കെ ഉൾപ്പെടുത്തണം. അതായിരുന്നു മെയിൻ ഒരു സ്വപ്നം. പിന്നെ ഞങ്ങൾക്കൊരു ക്യാമറ യൂണിറ്റ്, റെൻ്റൽ ഹൗസൊക്കെ ഉണ്ട്, ലൈറ്റ് യൂണിറ്റ്, ക്യാമറ, ഞാനും വിഷ്ണു കൂടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. ഞാൻ അടുത്തൊരു സിനിമ നിർമ്മാണം. പിന്നെ താരച്ചേച്ചിയാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. താരച്ചേച്ചി കുറച്ച് ഫണ്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ക്യാമറയും ലൈറ്റും, അതിൻ്റെ ബാക്കി എഡിറ്റിംഗ് ആണെങ്കിലും സൗണ്ടിലാണെങ്കിലും അങ്ങനെ കുറേ സുഹൃത്തുക്കളുണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ നമുക്കൊരു സിനിമ ചെയ്യാം എന്നൊരു പ്ലാനിങ്ങിലെത്തി. ചെയ്യുന്നത് ഒരു ആന്തോളജി മൂവി. നമ്മുടെ ഇവരൊന്നും ഒഴിച്ചു നിർത്താൻ പറ്റില്ല നമുക്ക്, നടരാജേട്ടനായാലും റഷീദ് മാട്ടയായാലും. അപ്പോൾ അവരൊക്കെ ചേർത്ത് പിടിച്ചിട്ട് ഒരു സിനിമ ചെയ്യാം. ആ സമയത്ത് ഉണ്ടായിരുന്നു ഒരു സിംഗിൾ സിനിമ ചെയ്യാം എന്നൊരു പ്ലാനിങ് ആയിരുന്നു കൂടുതൽ ആൾക്കാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഭാഗത്തുനിന്നൊരു പ്രൊഡക്ഷൻ വരുമ്പോൾ ഇവരെല്ലാവരും വേണം, എല്ലാവരും ഒരുമിച്ചിട്ടൊരു പടം ചെയ്യണം. അതായിരുന്നു മെയിനായിട്ട്. ഈ സിനിമയിലേക്ക് വരുമ്പോൾ 4 സിനിമകളാണുള്ളത്. ആദ്യത്തെ സിനിമ കളവ് എന്ന് പറഞ്ഞ സിനിമ, രണ്ടാമത്തേത് പാമ്പും കയറും എന്ന സിനിമ, പിന്നെ തമിഴ് പശ്ചാത്തലമായിട്ടുള്ള സിനിമയുടെ പേര് വേൽ എന്ന സിനിമ, പിന്നെ റൂഹ് എന്നുള്ള സിനിമ. 4 സിനിമകളും വളരെ വ്യത്യസ്തമായിട്ടുള്ള കഥാപശ്ചാത്തലമാണ്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൊക്കേഷനുകളുണ്ട്. ആദ്യത്തെ സിനിമയാണെങ്കിൽ, കളവ് എന്നുള്ള സിനിമയാണെങ്കിൽ ഒരുപാട് ലൊക്കേഷനിലൂടെ തീർച്ചയായിട്ടും ആ കട്ട മുതലുമായിട്ട് അയാൾ സഞ്ചരിക്കുന്നു, തൊട്ടുപുറകെ പ്രധാന കഥാപാത്രം സഞ്ചരിക്കുന്നു. അത് ഒരു ചെറിയ സ്പേസിലിട്ടിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് അല്ല. രണ്ടാമത്തെ സിനിമയാണെങ്കിൽ നേരെ തിരിച്ചാണ്. അദ്ദേഹം മദ്യപിക്കുന്ന ഒരു സ്ഥലവും അതുപോലെ തന്നെ അവരുടെ വീടും, ഈ 2 ലൊക്കേഷനുകളായിട്ടാണ് ആ സിനിമയുടെ ഭൂരിഭാഗവും തീരുന്നത്. 4ാമത്തെ സിനിമ റൂഹാണെങ്കിലും വ്യത്യസ്തമാണ്. അതിലും ഒരുപാട് ലൊക്കേഷനുകളുണ്ട്. അതുപോലെ ഈ തമിഴ് പശ്ചാത്തലത്തിലുള്ള വേൽ എന്നുള്ള സിനിമ, അതാണെങ്കിലും ഇത് ചില സീനുകളൊക്കെ നമ്മൾ വളരെയധികം ഒരു തമിഴ് കഥാഗതി നടക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ തന്നെ പോയി ഷൂട്ട് ചെയ്ത പോലത്തെ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു കഥാപശ്ചാത്തലം അല്ലെങ്കിൽ ഒരു തിരക്കഥാകൃത്ത് നമ്മുടെ അടുത്തൊരു സ്റ്റോറി അവർ ആദ്യമായിട്ട് പറയുമ്പോൾ അത് എങ്ങനെയാണ് ഈ ലൊക്കേഷനുകളൊക്കെ നമ്മളത് കണ്ടെത്തിയത്? ആ ഒരു ലൊക്കേഷൻ ഹണ്ട് അല്ലെങ്കിൽ ആ ഒരു യാത്ര എങ്ങനെയായിരുന്നു? ഇതെല്ലാ പ്രൊജക്റ്റുകളും സംഭവിക്കുന്ന സമയത്ത് എല്ലാത്തിൻ്റെയും കൂടെ നമ്മളുണ്ടായിരുന്നു. സുഹൃത്തുക്കൾ എവിടെയാണ് ഇതൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്? എല്ലാം ഷൂട്ട് ചെയ്തിരിക്കുന്നത് പട്ടാമ്പി, ഒറ്റപ്പാലം, പട്ടാമ്പി, ഷൊർണൂർ, കുളപ്പള്ളി ഭാഗങ്ങളിലാണ്. അപ്പോൾ ഇതെല്ലാം സബ്ജക്റ്റ് സംഭവിക്കുന്ന സമയം, അതിൻ്റെ തുടക്കം തൊട്ടേ നമ്മളുണ്ട്. അതിൻ്റെ ആദ്യത്തെ സ്ക്രിപ്റ്റ് നടരാജേട്ടൻ്റെ ഓൾറെഡി ഫസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. റഷീദ് മാട്ടായുടെ ലാസ്റ്റ് ഫൈനലി ആയതാണ് റൂഹ്, ഭാസ്കർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പ്രോസസ്സിങ് ഇവിടുന്ന് തുടങ്ങുമ്പോഴേ നമ്മളതിൻ്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ആ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ ഇന്നോടത്ത് ഷൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മുടെ ആക്സസ് വെച്ച് ഷൂട്ട് ചെയ്യാം. അതേപോലെ ആ തമിഴ് ഷൂട്ട് ചെയ്യാൻ ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടു. വെയിൽ എന്നുള്ളത് എന്ന് വെച്ചാൽ അവിടെ കുറേ ഹിന്ദിക്കാർ താമസിക്കുന്ന ഒരു ക്വാർട്ടേഴ്സ് പോലൊരു പരിപാടി, നേരെ റെയിൽവേയുടെ തൊട്ടടുത്തല്ല, റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത്. അവിടെ പെർമിഷന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. പിന്നെ അവിടുത്തെ കുറച്ച് മതിലുകളൊക്കെ പൊളിക്കേണ്ടി വന്നു.
എന്നുവെച്ചാൽ ഡയറക്ടർ പറഞ്ഞു അവൻ ഉദ്ദേശിച്ച വിഷ്വൽ അവിടെ കിട്ടണമെങ്കിൽ അവിടെ കുറച്ച് പരിപാടികൾ, അതിലാണ് കുറച്ച് നമുക്ക് സമയം വേണ്ടി കുറച്ച് സമയം അവിടെ വന്നു. പിന്നെ അത് പെർമിഷനും കുറച്ച് ബുദ്ധിമുട്ടി. ഈ ലൊക്കേഷനിൽ തീർച്ചയായിട്ടും ഈ ബഡ്ജറ്റ് ഒരു പ്രോബ്ലം തന്നെയാണ്. കാരണം പ്രത്യേകിച്ച് നമ്മളൊരു ക്യാമറാമാനും നമ്മളൊരു കോ പ്രൊഡ്യൂസറൊക്കെ ആകുമ്പോഴാണ് അതിൻ്റെ ഒരു സാധ്യതകളൊക്കെ മനസ്സിൽ കാണാൻ പറ്റുക. ഇപ്പോൾ നമ്മളതിൽ ഒരുപാട് പണം ഉണ്ടെങ്കിൽ നമ്മൾ ലൊക്കേഷൻ അതിനനുസരിച്ച് ഇപ്പോൾ ഒരു തമിഴ് കൾച്ചർ വേണം, അതിന് പറ്റുന്ന സ്ഥലത്തേക്ക് അങ്ങോട്ട് വണ്ടി ഓടിക്കാൻ പറ്റും. ഇത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ പട്ടാമ്പി ഷൊർണൂർ ഇട്ട് ഒരു പടം തീർക്കണം എന്നുണ്ടെങ്കിൽ അത്രയ്ക്കധികം നമ്മൾ ടിക്കലായിട്ടും അതേസമയം തന്നെ ഇതിൻ്റെ ഒരു സൗന്ദര്യത്തിന് ഒട്ടും കോട്ടം തട്ടാതെയും ആവിഷ്കരിക്കാനുള്ള ഒരു പ്രാക്ടിക്കൽ സെൻസ് നമ്മുടെ ഉള്ളിൽ വേണം. വളരെ മനോഹരമായിട്ട് അത് വർക്കൗട്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. ക്യാമറയുടെ ഒരു സൈഡാണെങ്കിലും സബ്ജക്റ്റീവാണ് പലപ്പോഴും പല ഷോട്ടുകളും. ഏറ്റവും കൂടുതൽ അത് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ പാമ്പും കയറും എന്നുള്ള സിനിമയാണെങ്കിലും ഒരു തമിഴ് കൾച്ചറിലുള്ള ഒരാൾ അയാൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, ഇപ്പം മലയാളികൾ പലപ്പോഴും ഒരു സ്ഥലത്തേക്ക് ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ പോകുമ്പോൾ നമ്മളവിടെ പലപ്പോഴും ഒറ്റപ്പെട്ട പോലെ തോന്നും. നമ്മുടെ ചുറ്റും നമ്മുടെ ഭാഷ സംസാരിക്കുന്ന ആളുകൾ ഇല്ലായിരിക്കാം, നമ്മളെ വേണ്ടപ്പെട്ടവരില്ലായിരിക്കാം. ഒരു മലയാളിക്ക് മറ്റൊരു മലയാളി ഇല്ലാതാവുമ്പോഴുള്ള ചില വേദനകളുണ്ട്. എത്രയൊക്കെ നമ്മൾ കുറ്റം പറഞ്ഞാലും നമ്മളെ ഒരാളെ കാണാതാവുന്ന സന്ദർഭങ്ങൾ വരുമ്പോഴാണ് നമുക്കൊരു ഫീല് അനുഭവപ്പെടുക. അതുപോലെ മറ്റൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ആ രാജ്യത്തുള്ളവർ നമ്മളെ മറ്റൊരാളായി വേറെ ഒരാളായിട്ട് കാണുമ്പോഴുള്ള വേദനകളൊക്കെ നമുക്ക് തോന്നാറുണ്ട്. ഇതേ കാര്യം തന്നെ മറ്റൊരു സ്ഥലത്തുനിന്ന് വരുന്ന നമ്മുടെ നാട്ടിലേക്ക് വരുന്ന അത് തമിഴനായിക്കോട്ടെ, ബംഗാളി ആയിക്കോട്ടെ, ഉത്തരേന്ത്യക്കാരനായിക്കോട്ടെ, അവർക്കും തോന്നുന്നുണ്ടായിരിക്കും. ആ വേദനകളിലേക്ക് കൂടി ഈ ക്യാമറയും ഈ സ്ക്രിപ്റ്റും ഒക്കെ കണ്ണോടിക്കുന്നുണ്ട്. എപ്പോഴും അവർ ഉറങ്ങുന്ന സമയങ്ങളിൽ അവരിതെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു സ്വത്ത പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അവരെ മറ്റൊരാളായിട്ട് കാണുന്നതിനെ പറ്റി പറയുന്നുണ്ട്. വേറൊരാളായിട്ട് തന്നെ കാണുന്ന, നമ്മളൊരു കൂലിപ്പണിക്ക് വരുന്ന ഒരു തമിഴനാണെങ്കിൽ പോലും അവരെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടാനായിട്ട് നമ്മൾ പലപ്പോഴും പല അതിരുകളും സൃഷ്ടിക്കുന്നുണ്ട്. ഇതിനെ പറ്റിയിട്ടൊക്കെ ആ സിനിമയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ക്യാരക്ടർ അവതരിപ്പിക്കാൻ അവരല്ലാതെ മറ്റൊരാളില്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ്. എങ്ങനെയാണ് ആ കാസ്റ്റിങ്ങിലേക്കൊക്കെ എത്തിച്ചേർന്നത്? ഡയറക്ടർ റഷീദിൻ്റെ ബ്രില്യൻസ് ആണ്. അവൻ ഒരുപാട് ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു ഈ ആർട്ടിസ്റ്റിന് വേണ്ടിയിട്ട്. മെയിൻ കാർത്തി എന്ന് പറഞ്ഞ ആൾ ചെന്നൈയാണ്. അത് നോക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് ആൾക്കാർ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവനക്ക് അതൊന്നും കംഫർട്ട് ആവില്ല. നമ്മളോട് ചിലപ്പോൾ ഒറ്റ പ്രാവശ്യം പറയും അത് ഓക്കെ എന്നൊക്കെ പറയും, പിന്നെ വീട്ടിൽ പോയി വിളിച്ച് പറയും അത് വർക്കല്ല. അതിനെ ശരിക്കും പറഞ്ഞാൽ വേലിന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ കഥാപാത്രങ്ങൾ കിട്ടാനും. അതിൽ ചെറിയ സീനൊക്കെ ചെയ്യാനും അതിനകത്ത് വന്നിട്ടുള്ള ടെലിഫോൺ രാജ്യം ഒരു ദിവസം പുള്ളിയുള്ളൂ. പുള്ളി അത്യാവശ്യം തമിഴ് പടങ്ങളിലൊക്കെ ഉള്ളതാണ്. പിന്നെ അതിലെ ഓരോരുത്തരും, പിന്നെ അവനക്ക് കറക്റ്റ് ഒരു വിഷൻ ഉണ്ടായിരുന്നു. റഷീദിന് ഇങ്ങനെ ഷൂട്ട് ചെയ്യണം, എല്ലാ സിനിമ പോലെ അവരത് മാറി നിൽക്കണം. ഈ ഡയറക്ടർമാരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ആന്തോളജി മൂവി ചെയ്യുമ്പോൾ ഞാൻ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ സുഹൃത്തുക്കളെ പറഞ്ഞു നീ അത് ചെയ്യണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എല്ലാം ഒരേപോലെ ആവുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, പല ആൾക്കാർക്കും സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഡയറക്ടർമാരിലൊരു വിശ്വാസം, നമുക്ക് അവരേലും അവരെ സ്ക്രിപ്റ്റും എല്ലാം വേറൊരു ടൈപ്പ് ഓഫ് മേക്കിംഗ് ക്യാമറയ്ക്കും അതുപോലെ അതിനനുസരിച്ച് ഡിഫറെൻ്റ് ആവാനായിട്ട് സാധിക്കും. അതെ അതെ, അവർക്കൊരു വിഷനും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് സുഹൃത്തുക്കളും കൂടി ആവുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള പടമാണ് ഷെയ്ഡ്സ് ഓഫ് ലൈഫ്. എന്ന് വെച്ചാൽ നമ്മുടെ കാര്യങ്ങൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അവർക്കത് മനസ്സിലാവും. അതിനകത്ത് ഈ ഡയറക്ടർമാരെ അവരെ ട്രസ്റ്റ് ചെയ്യണു. എനിക്കും അതിനകത്ത് 4 എണ്ണം സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു വിശ്വസിക്കുന്നു. ഈ പ്രൊഡക്ഷനിലേക്ക് ഇറങ്ങാനുള്ളൊരു കാരണം ഞാനും വിഷ്ണുവും അതും ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ഒരു സുപ്രഭാതത്തിൽ ഞങ്ങൾ റെൻ്റൽ ഹൗസ് തുടങ്ങാം, ക്യാമറ യൂണിറ്റ്, ലൈറ്റ് യൂണിറ്റ്, ഒരു സിനിമക്കുള്ള ഒരു പ്രൊജക്റ്റ് ആയിട്ട് കൂടിയിട്ടാണ് ഇതിന്. അതെ അതിൻ്റെ ആദ്യത്തെ പ്രൊജക്റ്റാണ്, ഫസ്റ്റ് പ്രൊജക്റ്റ്. രണ്ടാമത്താണ് ഇപ്പോൾ റിക്കാർഡ് ഡാൻസിന് ഒരുപാട് അവാർഡുകൾ, അംഗീകാരങ്ങൾ കിട്ടി. IDSFK ഉണ്ടായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് ഇന്ത്യൻ പനോരമയിൽ, ഇപ്പോൾ കഴിഞ്ഞ ഇന്ത്യൻ പനോരമയിൽ അവർ റെക്കമെൻഡ് ചെയ്യുന്നത് റിക്കാർഡ് ഡാൻസ് ഒരു 10 വർഷം മുന്നേ ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടായിരുന്നു. റിക്കാർഡ് ഡാൻസ് കണ്ടിട്ടുണ്ടോ? അപൂർവമായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ആദ്യം ഞാൻ കണ്ടത് വിഷ്ണുലോകം സിനിമ, അതന്നെയാണ് പരിപാടി. അപ്പോൾ ഞാനൊരു 10 വർഷം മുന്നേ ഇത് കാണുന്നത് എൻ്റെ നാട്ടിൽ. അപ്പോൾ ഞാൻ അന്ന് ഞാൻ മൊബൈലിലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കുറച്ച് വീഡിയോ. അപ്പോൾ നമുക്ക് ഭയങ്കര രസം. ഇവർ മോഹൻലാലിനെയൊക്കെ പോലെ വന്ന് ഇത് വരുന്നു, സ്ഫടികത്തിലെ പാട്ട് ട്യൂബ് അടിച്ച് പൊട്ടിക്കുന്നു, പിന്നെ രജനീകാന്തായി വരുന്നു. അപ്പോൾ ഞാൻ മൊബൈലിൽ കുറച്ച് വെറുതെ ഷൂട്ട് ചെയ്തു. അപ്പോൾ ഞാൻ അന്ന് തന്നെ പോയി ഭാസ്കറിന് ഇത് വിളിച്ചു, ഇങ്ങനെ വീഡിയോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എടാ നമുക്ക് ഇതേപോലെ ഒരു സിനിമ നോക്കിയാലോ എന്ന്. പിന്നെ അതങ്ങനെ എപ്പോഴും ഇങ്ങനെ വിളിച്ചിട്ട് പറയും നമുക്കൊരു സിനിമ നോക്കാം. വിഷ്ണു ആണെങ്കിൽ അത് പ്ലാനിങ് നടക്കും, പിന്നെ അതങ്ങനെ പോകും. അത് പോയി പിന്നെ ഒരു 10 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ നൗഫൽ അബ്ദുള്ളയുടെ നൈറ്റ് റൈഡേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു പടം ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിൻ്റെ ലൊക്കേഷൻ കാണാൻ വേണ്ടിയിട്ട് ഭാസ്കർ പോകുന്ന സമയത്താണ് ഇങ്ങനൊരു ടീം വന്നു. അപ്പോൾ പെട്ടെന്ന് ഓക്കെ ശരി ഞാനത് വിട്ടു. പിന്നെ ഒരു ദിവസം ഈവനിങ്ങിൽ എനിക്കൊന്ന് വന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ അവരെ പോയി കാണുന്നു. ഇവരെ കണ്ട് അവരോട് സംസാരിച്ച് കുറച്ച് നേരം നോക്കുമ്പോൾ ഞാൻ എൻ്റെ മൊബൈലിലെ വീഡിയോ കാണിച്ചു കൊടുത്തു, ചേട്ടൻ ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. നോക്കുമ്പോൾ അതേ ടീം തന്നെയാണ് ഇവർ. അപ്പോൾ അത് ഭയങ്കര
നമ്മളെന്താ പറയുക, നമ്മൾ അന്ന് ആഗ്രഹിച്ചത് ഇപ്പോൾ നടക്കാൻ പോകുന്നു. അങ്ങനെ ഒരു തീരുമാനത്തിൽ നമുക്കൊരു ഡോക്യുമെൻ്ററി ചെയ്യാം. അപ്പോൾ അവരോട് സംസാരിച്ചു, അവരും ഓക്കെയാണ്. അങ്ങനെ ഞാൻ പിന്നെ അതിൻ്റെ കൂടെ ഒരു 30 ദിവസം 25 ദിവസം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 6 മാസത്തോളം എടുത്തത് ഷൂട്ട് കംപ്ലീറ്റ് ചെയ്യാനും അതിൻ്റെ ബാക്കി പ്രോസസ്സിങ് എല്ലാം. അവരെ കുറിച്ച് പറയുമ്പോൾ അവർ ഏകദേശം ഒരു 40-45 വർഷമായി ഈ ഫീൽഡിൽ. അവർക്ക് ഒരു അംഗീകാരങ്ങളോ അല്ലെങ്കിൽ ഇപ്പം ഇന്നത്തെ കാലത്ത് നമുക്കൊരു റീൽസോ, അത് റീൽസ് മോശമെന്നല്ല ഞാൻ പറയുന്നത്, പെട്ടെന്ന് ഫേമസ് ആവാൻ പറ്റും. ഇവർ സിനിമയും ഈ പറഞ്ഞ പോലെ സീരിയലൊന്നും ഇല്ലാത്ത സമയത്ത് ഒരു ഗ്രാമം മൊത്തം, അത് 45 വർഷം എന്നുള്ളത് ഒരു ചെറിയ കാലയളവല്ല. അതെ ഇപ്പോൾ 45 വർഷമായിട്ട് അവർ ഈ ഫീൽഡിൽ തന്നെ നിൽക്കുന്നു. അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും പക്ഷേ അവരെ കല എന്നുള്ളതാണ് അവരുടെ. ഇപ്പോഴും ചിലപ്പോൾ 500-600 രൂപയ്ക്കാണ് അവർക്കൊരു പെർ ഡേ കിട്ടുക. 3 ആൾക്ക് അതിനിപ്പോൾ എന്താ കിട്ടുക, അവർക്ക് വേറെ പണിക്ക് പോവാം. എന്നിട്ട് അവരിത് കൊണ്ടു നടത്തുന്നു. അതവരുടെ ജീവിതമാണ്. അതെ അവരതിനകത്ത് എൻജോയ് ചെയ്യുന്നുണ്ട്. നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോഴാണ് അയ്യോ ഇതെന്തെങ്ങനെ എന്ന് തോന്നും. പക്ഷെ അവർ ഹാപ്പിയാണ് ഈ കലയിലും. ആ ഒരു സ്റ്റേജിൽ കയറുമ്പോൾ ഏകദേശം കൊണ്ട് 60-65 വയസ്സായ ആൾക്കാരാണ് ഇതിനകത്ത് ഡാൻസ് ചെയ്യുന്നത്. പക്ഷെ അവർ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ അവർ ഭയങ്കര എനർജിയാണ്. അവരുടെ ഒരു ഫോട്ടോഗ്രാഫോ അങ്ങനെ എന്തെങ്കിലും അവരെ കുറിച്ചിട്ടൊന്നുമില്ല എവിടെയും. ഒരു സിനിമോട്ടോഗ്രാഫർ എന്നുള്ള രീതിയിൽ ഇത് ഷൂട്ട് ചെയ്യാമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഇതിങ്ങനെ കുറച്ച് ഷൂട്ട് ചെയ്യണം, പിന്നീടാണ് അത് ഡോക്യുമെൻ്ററി. നമ്മളങ്ങനെ മുന്നേ പ്ലാൻ ചെയ്തിട്ട് അത് ഇങ്ങനെ ചെയ്യണം അങ്ങനെയൊന്നല്ല. അത് ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കുക. പിന്നീട് എപ്പോഴെങ്കിലും അവർ ഇപ്പം ചെന്ന് നോക്കുന്ന സമയത്ത് അവരൊരു ഫോട്ടോ പോലും ഇല്ല. പക്ഷേ സിനിമോട്ടോഗ്രാഫർ എന്ന രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതുള്ളൂ. പിന്നീട് അത് എഡിറ്റൊക്കെ കഴിഞ്ഞ് വന്നു, IDSFKയിൽ അയച്ചു. അതിന് നമുക്ക് ബെസ്റ്റ് ജൂറി മെൻഷൻ കിട്ടി സിനിമോട്ടോഗ്രാഫിക്ക്. കാശ്മീർ ഫിലിം ഫെസ്റ്റിവലിൽ പോയി, അതിൽ ഫസ്റ്റ് കിട്ടി. ഇപ്പോൾ ഗോവയിൽ ഫിലിം ഫെസ്റ്റിവലിലും റെക്കമെൻഡേഷനിലുണ്ടായിരുന്നു. അങ്ങനെ അത് നമ്മളങ്ങനെ കൊണ്ടുപോകുന്നു. ഈ കോലാഹലം എന്ന് പറഞ്ഞ സിനിമ ഞാൻ തിയേറ്ററിൽ നിന്ന് കണ്ട ഒരു മൂവിയാണ്, നിങ്ങളുടെ ടീമിൻ്റെ തന്നെ. അതിലും ഇതിലെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ടായിരുന്നു. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സബ്ജക്റ്റായിരുന്നു. ഒരു മരണ വീട്ടിൽ നടക്കുന്ന രസകരവും ആകസ്മികവുമായിട്ടുള്ള കഥാമുഹൂർത്തങ്ങളാണ്. ആ സിനിമ എങ്ങനെയാണ് സംഭവിച്ചത്? അത് റഷീദ ഞങ്ങൾ തുടക്കകാലം തൊട്ടേ ഞങ്ങൾ ഒരുമിച്ചിട്ടാണ്. ഞാൻ റഷീദ് പറമ്പിൽ, നടരാജേട്ടൻ. ഞാനവിടെ മൊബൈൽ ഷോപ്പിൽ വർക്ക് ചെയ്യുന്നു. റഷീദ് മൊബൈൽ ഷോപ്പിലാണ്, നടരാജേട്ടൻ മില്ലിൽ പണിയെടുക്കും. അപ്പോൾ ഞങ്ങൾ കൂടുന്നൊരു സ്ഥലം ഉണ്ട് ഓങ്ങല്ലൂർ. എൻ്റെ മൊബൈൽ ഷോപ്പിലെ വരിക. അവിടെ വന്ന് ഞങ്ങളിങ്ങനെ സിനിമാ സ്വപ്നങ്ങളൊക്കെ പറയും. അപ്പോൾ അന്ന് തൊട്ടേയുള്ള ബന്ധമാണ്. അവൻ്റെ ആദ്യത്തെ പടം എനിക്ക് ചെയ്യാൻ പറ്റി, ഭഗവാൻ ദാസിൻ്റെ രാമരാജ്യം, ഇല്ലിത്തള്ള. അപ്പോൾ അവൻ്റെ എല്ലാ വർക്കുകളും കൂടുതലും 90% ഞാനാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളാരും എവിടെയും പോയി ഇതൊന്നും പഠിച്ച ആൾക്കാരല്ല, അങ്ങനെ പഠിച്ചിട്ടില്ല. മൊബൈൽ ഷോപ്പിൻ്റെ ഓണറുടെ പെങ്ങളുടെ മോനുണ്ട്, അവരിപ്പോൾ ദുബായിലാണ്. അപ്പോൾ അവരൊരു ഡിജിറ്റൽ ക്യാമറ, പണ്ട് നിക്കോണിൻ്റെയൊക്കെ ചെറിയ ഡിജിറ്റൽ ക്യാമറ അത് കൊണ്ടുവരും. ഞങ്ങൾ ഷൂട്ട് ചെയ്യും. എന്നിട്ട് ഞങ്ങളന്ന് മൊബൈൽ കടയിൽ നമ്മളെ പാട്ട് കയറ്റി കൊടുക്കുന്നൊക്കെ സമയം. അപ്പോൾ അതിനകത്ത് തന്നെ ഇരുന്നിട്ട് നമ്മൾ എഡിറ്റ് ചെയ്യും. പിന്നെ പതുക്കെ വീട്ടിലൊരു കമ്പ്യൂട്ടർ മേടിച്ച് അവിടെ തന്നെ ഡബ്ബിങ്, എഡിറ്റിങ്, എല്ലാ പരിപാടികളും അവിടെ. പിന്നെ അങ്ങനെ അപ്ഡേറ്റ് ആയി ഇപ്പോൾ ഇവിടെ ഇതുവരെ എത്താൻ പറ്റി. എനിക്ക് തോന്നുന്നു ഒരു 100ഓളം ഷോർട്ട് ഫിലിമുകൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. 100 ഷോർട്ട് ഫിലിമുകൾ ചെയ്യാൻ പറ്റാത്തുള്ളത് തന്നെ ഏറ്റവും വലിയൊരു യൂണിവേഴ്സിറ്റിയാണ്. കാരണം പലപ്പോഴും വലിയ ബഡ്ജറ്റും വലിയ സന്നാഹങ്ങളും ഒക്കെ ഉള്ളപ്പോൾ നമ്മൾ കുറച്ചുകൂടി അലസരായി മാറും. നമുക്ക് കൃത്യമായിട്ടൊരു സാമ്പത്തികമായിട്ടുള്ളൊരു പരിമിതിയും ഒക്കെ ഉണ്ടെങ്കിൽ ആ വട്ടത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഏറ്റവും നല്ല പൂക്കളെ സൃഷ്ടിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം പരിശ്രമിക്കും. മാക്സിമം നമ്മുടെ ഒരു ഔട്ട്പുട്ട് വരിക അതിലായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഈ സിനിമയൊക്കെ വളരെ വ്യത്യസ്തമാക്കാനായിട്ട്. ചെയ്യുന്ന പ്രൊജക്റ്റുകൾ സുഹൃത്തുക്കളുടെ കൂടെ ആകുമ്പോൾ നമുക്ക് ഒന്നും കൂടി ചെയ്യാനായിട്ട് ഒരു എനർജി ഉണ്ടാവും. അവർക്ക് നമ്മളെ അറിയാൻ നന്നായിട്ട് ഒരു ടീം വർക്കായിട്ട് വരും. പുതിയ പ്രൊജക്റ്റുകൾ, പുതിയ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? പുതിയത് ഇപ്പോൾ ഒരു തമിഴ് സിനിമയാണ്. അത് ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞു. ചെന്നൈയിലെ പുതിയ ആൾക്കാരെ വെച്ചിട്ടുള്ളൊരു പടമാണ്. പിന്നെ ഒരു കന്നഡ മൂവിയാണ്. പിന്നെ ഒരു കുട്ടികളുടെ സിനിമ ഉണ്ട്. ഈ മലയാളത്തിനപ്പുറം ഭാഷാപരമായിട്ടുള്ള അതിരുകളില്ലാതെ സിനിമ ചെയ്യുമ്പോൾ ഒരു അനുഭവം എങ്ങനെയാണ്? ആദ്യമായിട്ട് ചെയ്തത് കന്നഡ പടമാണ്, ഫസ്റ്റ് ചെയ്തത്. അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. ഞാൻ വേറൊരു സംസ്ഥാനത്ത് പോയിട്ടൊരു സിനിമ കാര്യമില്ല. അതെ, അവിടെ ഒരു ഗാങ്സ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. ഗാങ്സ്റ്റർ റഷീദ് പറമ്പിലിൻ്റെയാണ്. അതൊരു 6 വർഷമൊക്കെ മുന്നേ. അത് കണ്ടതിൻ്റെ പിറ്റേ ദിവസമാണ് ഒരു കോള്, ജസ്റ്റ് മെസ്സേജാണ് വന്നത് ഫേസ്ബുക്കിൽ, മീറ്റിങ്ങിന് വരാൻ പറ്റുമെന്ന് വെച്ചാൽ. അങ്ങനെ ഞാൻ പോയിട്ട് കന്നഡ പടം കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു. നമ്മളങ്ങോട്ട് സിങ്ക് ആവുക എന്നുള്ളതാണ് മെയിനായിട്ട്. പിന്നെ അവിടെ തമിഴ് അറിയുന്ന ആൾക്ക് തമിഴ് കുറച്ചറിയാം. അതുകൊണ്ട് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നു. എന്താ പറയുക, സിനിമയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഭാഷകളോ അറിയണം നമുക്ക്. പക്ഷെ എന്നാലും ആരെങ്കിലുമൊക്കെ തമിഴോ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന മലയാളികളോ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. ദൃശ്യത്തിന് ഭാഷയില്ലല്ലോ, അങ്ങനെയാണ് പറയാ. ഇപ്പോൾ നമ്മൾ സിനിമകൾ ചെയ്യുന്നു, ആൽബങ്ങളൊക്കെ ഒരുപാട് ചെയ്തിട്ടില്ലേ, വീഡിയോസ് ചെയ്തിട്ടില്ലേ, അത് വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കില്ലേ. അപ്പോൾ ഈ സിനിമയിൽ തന്നെ എനിക്ക് തോന്നുന്നു 2 പാട്ടുകളുണ്ട്. പാട്ടുകൾ ഷൂട്ട് ചെയ്യുന്നു, അത് വേറെ എക്സ്പീരിയൻസ് ആണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ആ സ്റ്റോറിയിലെ പ്രാധാന്യമുള്ള ഒരു ഏരിയയാണ് സംഭാഷണങ്ങൾ അല്ലെങ്കിൽ സീക്വൻസുകൾ ചെയ്യുന്ന. അതേപോലെ തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു ഏരിയയാണ് പാട്ടുകൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഉള്ളൊരു അനുഭവം എങ്ങനെയാണ്?
പാട്ട് ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ്. ഇതിലെ പാട്ടുകൾ നല്ല രസമുള്ള അതെ, അനുരാധ മാമാണ് പാടിയിട്ടുണ്ടായിരുന്നു. പാടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര, എനിക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഫേവറേറ്റ് സിംഗറാണ്. അപ്പോൾ അവരെ കൊണ്ട്, മേഡത്തിനെ കൊണ്ട് പാട്ട് പാടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. റൂഹിലെ പാട്ട് സിത്താര ചേച്ചിയാണ് പാടിയിട്ടുള്ളത്. ബിജിപാൽ സാർ മ്യൂസിക് ചെയ്യണമെന്നൊക്കെ ഞങ്ങളുടെ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഫസ്റ്റ് പ്രാവശ്യം പോകുന്ന സമയത്ത് ഇതൊന്നും വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നു. ബിജിപാൽ സാറൊന്നും അങ്ങനെ സമ്മതിച്ചു. പിന്നെ നമ്മൾ ഫൂട്ടേജൊക്കെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്ത് പുള്ളി ഓക്കെ എന്ന് പറഞ്ഞു. അനുരാധ മാമാണെങ്കിലും ഭയങ്കര സപ്പോർട്ടായി. അവർ പാട്ട് കണ്ടിട്ട് നമ്മുടെ ആഗ്രഹങ്ങളാണ്, എൻ്റെ മാത്രമല്ല, ഒരുപാട് സിനിമയെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ. അപ്പോൾ നിങ്ങളുടെ ഒരു ടീം ഒരു വള്ളുവനാടൻ യൂണിവേഴ്സ് എന്നുള്ള രീതിയിൽ നിങ്ങൾ പോകുമ്പോഴും ആ യൂണിവേഴ്സിലേക്ക് പുറത്തു നിന്നുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ എത്തിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങൽ നടത്തണം എന്നുള്ളൊരു നിർബന്ധം കൂടി ഉണ്ട് അതിനകത്ത്. പുതിയ ആർട്ടിസ്റ്റുകളെ കൊണ്ടുവരണം. അതെ അതെ. പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു ടെക്നീഷ്യൻ എന്ന രീതിയിൽ, ഞാൻ സിനിമാറ്റോഗ്രാഫറിൽ ആദ്യമായിട്ടാണ് ഒരു സിനിമയുടെ തുടക്കം മുതൽ അതിൻ്റെ ലാസ്റ്റ് സെൻസർ ചെയ്ത് അത് ഒരു അതിൻ്റെ സെയിലാണെങ്കിലും അവിടെ തൊട്ട് ഇതുവരെ ഇരിക്കുന്നു. മറ്റേ നമ്മൾ സിനിമാറ്റോഗ്രാഫർ ആണെങ്കിൽ അതിൻ്റെ കഥ കേൾക്കാൻ പോകും, ബാക്കി പ്രീ പ്രൊഡക്ഷൻ ഇരിക്കും, ജസ്റ്റ് ഷൂട്ട് കഴിയുന്നു, ഞാൻ മാറുന്നു, പിന്നെ DIക്കാണ് പോകുന്നുള്ളൂ. ഒരു പടത്തിൻ്റെ ഒരു സ്റ്റാർട്ടിങ് തൊട്ട് അതിൻ്റെ എൻഡിങ് വരെ നിൽക്കുന്ന ഒരു നമുക്കൊരു ലേണിംഗ്, ഒരു പഠനം കൂടിയായിരുന്നു അത്. ഈ പടം ഷെയ്ഡ്സ് ഓഫ് ലൈഫ്, ഇത് സ്ക്രിപ്റ്റ് എഴുതുന്നു, ലൊക്കേഷൻ കാണുന്നു, അതിൻ്റെ കോസ്റ്റ്യൂം ഒരു സിനിമ മൊത്തത്തിൽ സംഭവിക്കുന്നു. പിന്നെ നമ്മുടെ ഒരുപാട് ആൾക്കാർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കളറിസ്റ്റ് ലിജു പ്രഭാകറാണ്, നമ്മളെ ഭ്രമയുഗം. അതെ അതെ, ഒരുപാട് സിനിമകളിൽ നിന്ന് പുള്ളിയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, പുള്ളിക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഇതിൻ്റെ ഒരു എക്സ്പ്ലോഷർ ആണെങ്കിലും ഇതിൻ്റെ ഒരു പ്രതിഫലമാണെങ്കിലും ഒന്നും അദ്ദേഹത്തിന് അയ്യോ അങ്ങനെയല്ല. എന്താ വെച്ചാൽ പുള്ളി കേരളത്തിലെ നമ്പർ 1 കളറിസ്റ്റിലെ ഒരാളാണ് ലിജുവേട്ടൻ. പണ്ട് തൊട്ടേ ലിജുവേട്ടനായിട്ട് ബന്ധങ്ങൾ, ഞാൻ ഒരു ഡൗട്ട് ചോദിക്കാൻ വിളിക്കും, ലിജുവേട്ടൻ പറഞ്ഞു തരും. ഇപ്പോൾ ലാസ്റ്റ് സമയത്ത് ആ പുള്ളിയൊന്നും ഒരു പൈസയും മേടിച്ചിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ഭയങ്കര വിഷമമാവും. അവർ ലാസ്റ്റ് അവിടെ നിന്ന് നമ്മൾ ഈ ഹാർഡ് ഡിസ്ക് മേടിച്ച് മനോരമയിൽ കൊണ്ടുകൊടുക്കാൻ പോകുമ്പോഴും നമ്മൾ സത്യം പൈസ അല്ല, പക്ഷേ എന്നാലും പുള്ളി അങ്ങനെ ഒരുപാട് ആൾക്കാർ, അബുക്ക, നിയാസ്ക, അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാരെ പറയണം, ബിജിപാൽ സാറ്, ഇവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇവരൊക്കെ വന്നത്. അനുരാധ മാമാണെങ്കിലും എല്ലാവരും നമ്മളൊരു ആത്മാർത്ഥതയിൽ ചെയ്യുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാവരെയും പ്രാർത്ഥനയും, ഈ പറഞ്ഞ പോലെ എല്ലാവരും ആഗ്രഹങ്ങളാണല്ലോ ഒരു സിനിമ നടക്കണം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കണ്ണേട്ടൻ നടരാജൻ്റെ ആദ്യത്തെ സിനിമയാണ് ഡയറക്ഷൻ. റഷീദ് മാട്ടാടി എന്ന് പറഞ്ഞ ഡയറക്ഷൻ ഫസ്റ്റ് സിനിമയാണ്. ജംഷീറിൻ്റെ 2 സിനിമയും. അപ്പോൾ ഇവരെയും പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ, അവരൊക്കെ ഒരു പ്രാർത്ഥനയും അനുഗ്രഹവും ഈ സിനിമയ്ക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ മനോരമ മാക്സിൽ ഇതുപോലെയുള്ള ശ്രമങ്ങളെ സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ഒരു സിനിമ എടുക്കുന്നു, യൂട്യൂബിൽ നമ്മൾ ഡയറക്റ്റ് പബ്ലിഷ് ചെയ്യാം, അതല്ലെങ്കിൽ മറ്റ് രീതികൾ ഒക്കെ നോക്കാവുന്നതാണ്. പക്ഷേ മനോരമ മാക്സിനെ പോലുള്ള ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ ആ സിനിമ വരുമ്പോൾ കൂടിയാണ് അത് ഒരുപാട് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ഒരു വലിയ ക്യാൻവാസ് എന്ന് തന്നെ പറയാവുന്നതാണ്, ഇപ്പോൾ തിയേറ്ററിനൊപ്പം തന്നെ. അപ്പോൾ ആ മനോരമ മാക്സിലേക്ക് എത്താനിടയായ ഒരു സാഹചര്യം, സന്ദർഭമൊക്കെ എങ്ങനെയായിരുന്നു? അത് ഈ പറഞ്ഞ പോലെ അവിടെ സതീഷ് സാറാണ് അതിൻ്റെ CEO. സാറിന് നേരിട്ട് പോയി കണ്ടിട്ടാണ് നമ്മളത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഫ്രണ്ട്സ് വഴി തന്നെയാണ് പോയി, വിഷ്ണുവിൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് പോയി. ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് പറയാൻ അങ്ങനെ ഭീകര സ്റ്റാറോ ഒന്നുമില്ലാത്തൊരു ചെറിയ സിനിമയാണ്. പക്ഷെ എന്തോ അത് സംഭവിച്ചു, ഭയങ്കര പോസിറ്റീവായി. കാരണം അതും വലിയൊരു അനുഭവം തന്നെയാണ്. കാരണം അങ്ങനത്തെ ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ എത്തുമ്പോൾ കൂടിയാണ് ആ സിനിമയ്ക്ക് പെട്ടെന്ന് കാണുമ്പോൾ, അപ്പോൾ നിങ്ങളുടെ ഒരു ടീമിനെ അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം നിങ്ങളുടെ കയ്യിലൊരു സംഭവം ഉണ്ട്, ഇല്ലാതെ നിങ്ങൾ സിനിമ ചെയ്യില്ല എന്നറിയാം. പക്ഷെ അറിയാത്ത ആളുകളിലേക്ക്, കൂടുതൽ ആളുകളിലേക്ക് എത്താൻ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ കൂടിയാണത് സാധ്യത. ഒരുപാട് പ്രചോദനം. അടുത്ത പടം ചെയ്യണമെങ്കിലും നമുക്ക് പലപ്പോഴും നമ്മൾ തുടക്കത്തിലാണെങ്കിലും, ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാതെയാണ് നമ്മൾ ഛായാഗ്രഹണമൊക്കെ പഠിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇത്രയും സിനിമകളും ഇത്രയും ഷോർട്ട് ഫിലിമുകളും പൂർത്തിയാക്കി. ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു ഛായാഗ്രഹണം ആരുടേതായിരിക്കും? വേണു സാറാണ്. വേണു സാറുണ്ട്, ഷൈജുക്ക, ഷമീർ താഹിർ, അമൽ നീരത്, തമിഴ്. അതെ അതെ, മാനസഗുരുക്കൾ. അതെ അതെ അതെ. അവരുടെ പടങ്ങൾ കാണുക, ദിവസം ഒരു സിനിമ കാണുക, അങ്ങനെ പഠിക്കുക. ഇഷ്ടപ്പെട്ട ഒരു സിനിമ, ഒരു 4-5 സിനിമകൾ. ഒരു സിനിമ എന്ന് പറയുന്നില്ല, പലതും പല രീതിയിലാണല്ലോ. ഇപ്പോൾ ഒരു ചില സിനിമ നമ്മൾ കണ്ടാൽ അതിൻ്റെ ക്യാമറ നന്നായി എന്ന് പറയുന്ന രീതിയിലുള്ള സിനിമകളുണ്ട്. ചിലത് അങ്ങനെ ക്യാമറ അവിടെ ഉണ്ടായിരുന്നോ എന്ന് നമ്മളെ അനുഭവിപ്പിക്കാത്ത സിനിമകളുണ്ട്. ഒരു കഥാപാത്രമായിട്ട് ക്യാമറയും അതിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സിനിമകളുണ്ട്. മേക്കിംഗ് തന്നെ പലരുടെയും ഡയറക്ടോറിയൽ രീതിയിൽ വ്യത്യസ്തമായിട്ടിരിക്കും, കഥ പറയുന്ന രീതിയിൽ വ്യത്യസ്തമായിട്ടിരിക്കും. ആ രീതിയിൽ നോക്കുമ്പോൾ താങ്കളെ സ്വാധീനിച്ചിട്ടുള്ള സിനിമകൾ എങ്ങനെയാണ്? അതിന് ഞാനത് ചോദിക്കാൻ കാരണം, ഇപ്പോൾ അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാത്ത ഒരാൾക്കും കാഴ്ചപ്പാടുകൾ ഉള്ളത് കൊണ്ടാണല്ലോ ഇപ്പോൾ നമ്മളിരുന്ന് അഭിമുഖമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്. അത്രയും സിനിമകൾ താങ്കൾ ചെയ്ത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിൽ ഇപ്പോൾ ഒരു ഇത് കാണുന്ന ഈ മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും അത് പ്രചോദനമാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. കുമ്മാട്ടി എന്ന് പറയുന്ന സിനിമ, G. അരവിന്ദൻ സംവിധാനം. അതെ അതെ അതെ. അത് ഭയങ്കര
ഇഷ്ടപ്പെട്ട സിനിമയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ സുഡാനി ഫ്രം നൈജീരിയ, നൻപകൽ നേരത്ത് മയക്കം, അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട് പറയണമെങ്കിൽ. എന്തായാലും ഈ പറഞ്ഞ സിനിമകളുടെ തിരഞ്ഞെടുപ്പും ആ സിനിമകൾ പുറത്തിറങ്ങിയിട്ടുള്ള കാലവും ആ സിനിമകളിലെ ടെക്നിക്കൽ പെർഫെക്ഷനും ഒക്കെ തീർത്തും ഡിഫറെൻ്റാണ്. കുമ്മാട്ടിയാണെങ്കിലും ഒരു 80കളിൽ ഇറങ്ങുന്നൊരു സിനിമ, സുഡാനി ഫ്രം നൈജീരിയാണ് ഈ അടുത്ത കാലത്ത് ഇറങ്ങുന്ന സിനിമ, നൻപകൽ നേരത്ത് മയക്കാണെങ്കിലും വേറെ അടുത്ത കാലത്ത് തന്നെയാണ് ഇറങ്ങിയിട്ടുള്ളത്. പക്ഷേ ടോട്ടൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മേക്കിങ്ങും സ്റ്റൈലാണ്. അപ്പോൾ ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ഈ ഇഷ്ടപ്പെട്ട സിനിമകളിൽ വ്യത്യസ്തത നമ്മളിപ്പോൾ കണ്ട പോലെ തന്നെ ഇനി ചെയ്യുന്ന സിനിമകളും അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ട് മാറട്ടെ. കൂടുതൽ കൂടുതൽ പെർഫെക്ഷനോട് കൂടിയിട്ടുള്ള സിനിമകൾ സംഭവിക്കട്ടെ. അതിൻ്റെ പിന്നണിയിൽ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ നിർമ്മാതാവായി, നാളെ ഒരു സംവിധായകനാവട്ടെ. എല്ലാവിധ വിജയാശംസകളും നേരുന്നു. താങ്ക് യു.